ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു LBSൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ ബോർഡ് നടത്തുന്ന ഒരു ടെസ്റ്റ് വേണ്ടിയിട്ടാണ്. ഈ മെഡിക്കൽ ടെസ്റ്റ് വഴിയാണ് അവർ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിന് എത്ര പെർസെൻറ്റേജോളം അവർക്ക് എബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് കിട്ടുന്നുണ്ടാകുന്നത്. 30, 31, 1 ഈ തീയതികളിലാണ് കുട്ടികൾ പോവേണ്ടത്. നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കിംഗ് 2025 ഫോർ BSc നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ്. ഇത് ഞാൻ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി നോക്കിയാലും മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും കുറച്ച് കുട്ടികൾ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീഡിയോ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025 കാര്യമാണ് പറയുന്നത്. അപ്പോൾ പലരും ചോദിച്ചു 2025 വെച്ചിട്ട് ഈ വർഷം ചേഞ്ച് ഉണ്ടാവില്ലേ എന്നുള്ളത്. ചേഞ്ച് എന്തായാലും ഉണ്ടാകും. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാവുമല്ലോ, നമ്മുടെ മാർക്ക് എത്രയാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടല്ലോ. അത് വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കോളേജ് ഇതിനകത്തുണ്ടല്ലോ, അവിടെ നമുക്ക് അവസാനം വരെയെങ്കിലും പോരാടി കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ ടെൻഷൻ കുറച്ച് കുറഞ്ഞിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡൗട്ട് ചോദിച്ചവരോടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ കോട്ടയിലതും കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് മെറിറ്റ്, EW, EZ, MU മുസ്ലിം, BH, LC, BX, KU, DV, VK, KN, SC, ST, MG, MQ, NR. അതിൽ എല്ലാത്തിൻ്റെതും കൊടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് BSc അനസ്തേഷ്യ ടെക്നോളജി കോഴ്സാണ്. ഇത് നമുക്ക് 4 കോളേജുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, മുക്കം, കോഴിക്കോട്. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 161.66 മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് മെറിറ്റിൽ അത്രയും മാർക്ക് കുറവിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ വല്ലതും ആകാനാണ് ചാൻസ്. കാരണം ആ സീറ്റ് വേക്കൻ്റായി കിടക്കുന്നത് കൊണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ആ ഒരു മാർക്കുള്ള കുട്ടി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ടാകാം കിട്ടിയത്. പക്ഷേ ഇത്രയും മാർക്ക് കുറഞ്ഞ ഒരു കുട്ടിക്ക് കിട്ടുക എന്ന് പറയുന്നത് ലക്കാണ്. LBSൻ്റെ കാര്യത്തിൽ ഒരു ലക്ക് കൂടിയുണ്ട് കേട്ടോ. മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, പുതുക്കോട്, മലപ്പുറം. ഓക്കെ, ഇവിടെ 267.5 മാർക്കുള്ള കുട്ടിക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ്. നമുക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡ് അലോട്ട്മെൻറ്റിലൊന്നും ആയിരിക്കില്ല ഇത് കിട്ടുന്നത്. മുന്നോട്ട് പോകുന്ന സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്സിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ പലരും ചോദിച്ചു എന്താണ് ഈ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. ആ കോളേജിൽ തന്നെ 247.5 ഇൻഡെക്സ് മാർക്കുള്ള മുസ്ലിം കാറ്റഗറി സ്റ്റുഡൻറ്റിനാണ് അവസാനം കിട്ടിയിരിക്കുന്നത്. ഇനി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ, കോഴിക്കോട്. അവിടെ 295.84 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്കാണ് ലാസ്റ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കുക, നിങ്ങൾക്ക് അതിലും കുറവ് മാർക്കാണുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കയറാൻ നിൽക്കുന്ന കുട്ടികൾക്ക് കിട്ടുമോ, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ കാര്യങ്ങൾ പറയുന്നത്. നെക്സ്റ്റ്, ആ കോളേജിൽ തന്നെ EZ കാറ്റഗറിയിൽ 266.66 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്, തിരുവനന്തപുരം. ഇവിടെ 232.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് സ്റ്റേറ്റ് മെറിറ്റ് വഴി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ BSc റെസ്പിറേറ്ററി ടെക്നോളജി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. 295.8 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് സ്റ്റേറ്റ് മെറിറ്റ് വഴി അവസാനം ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് EW കാറ്റഗറിയിൽ 286.7 ഇൻഡെക്സ് മാർക്കിന്, EZ കാറ്റഗറിയിൽ 292.5 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ദെൻ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ 286.7, ശ്രീ ഉത്രാടം തിരുനാൾ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്, തിരുവനന്തപുരം 250.8, EZ കാറ്റഗറിയിൽ 248.3 ഇങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ BSc ഡയാലിസിസ് ടെക്നോളജി ഇതത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗവൺമെൻറ് കോളേജസിൻ്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിവിടെ BSc ഡയാലിസിസ് ടെക്നോളജി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 285, EWയിൽ 283.3, EZയിൽ 280, മുസ്ലിം കാറ്റഗറിയിൽ 293.3. അതുപോലെ തന്നെ ഇവിടെ SC കാറ്റഗറിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. 293.3 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്കാണ് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം കൊടുത്തിട്ടുണ്ട്, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം. ഇവിടെയൊക്കെ ഏത് മാർക്കിനാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 296.7 ഗവൺമെൻറ്റിൽ കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ 295 താഴെ ഉള്ളവർ ഗവൺമെൻറ് വെച്ചാൽ കിട്ടാനുള്ള ചാൻസ് എങ്ങനെയായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ച് നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ ഗവൺമെൻറ് വെക്കരുതെന്നൊന്നും പറയുന്നില്ല. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഗവൺമെൻറ് വെക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2025
നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2025 കോളേജ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ആൻഡ് കോളേജ് ലിസ്റ്റ് എന്നൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും എത്ര ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഏതൊക്കെ റാങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് നിങ്ങളെടുത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ബേസ് ചെയ്ത് എങ്ങനെ ആയിരിക്കും ചാൻസ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോളേജ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ, ആ കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച സബ്ജക്റ്റിന് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിന് ഏതെങ്കിലും കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടോ, അത് എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നുൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് അതെന്തായാലും മനസ്സിലുണ്ടാകും കേട്ടോ. BSc ഡയാലിസിസ് ടെക്നോളജി സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെത്. ഇനി BSc നഴ്സിംഗ്, ഇതാണ് കൂടുതൽ കുട്ടികളും ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കേ, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, അവിടെ എല്ലാ ലാസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മാർക്ക് നോക്കിക്കേ 296, 297, 298, 298 അങ്ങനെയാണ് പോയിരിക്കുന്നത്. മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞ് കിട്ടിയിട്ടുള്ളത് 286.7 SC കാറ്റഗറിക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ST കാറ്റഗറിക്ക് 256.7. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, SC ST OEC കാറ്റഗറിക്ക് എന്തുണ്ട്? റിസർവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് ഫിനാൻസിങ്ങിലും ഫീസ് അടയ്ക്കേണ്ട, അതുപോലെ തന്നെ എന്തിലും ഫീസ് അടയ്ക്കേണ്ട, ഗവൺമെൻറ്റിനും ഫീ അടയ്ക്കേണ്ടി വരില്ല. പക്ഷേ കോഷൻ ഡിപ്പോസിറ്റ് അടയ്ക്കേണ്ടി വരും. അത് കോളേജിൽ പഠിത്തം കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടുകയും ചെയ്യും കേട്ടോ. ബാക്കി ഫീ സ്ട്രക്ചർ എല്ലാം വരുന്നത് ഗവൺമെൻറ് ഗ്രാൻസ് വഴിയായിരിക്കും SC ST സ്റ്റുഡൻസിന് കിട്ടുന്നത്. OEC സ്റ്റുഡൻസിനും പിന്നെ ഫിഷർമാൻ കാറ്റഗറിക്കൊക്കെ കിട്ടും. പക്ഷേ ഇതിന് വേണ്ടി നിങ്ങൾ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അത് LBS അക്സെപ്റ്റ് ചെയ്യാൻ വേണം. ആ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 28 വരെ വെരിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്ഷൻ ഡേറ്റ് എന്താണെന്നുള്ളത് നാളെ മുതൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്ന് ജൂലൈ 27 ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം. ഇനി ജൂലൈ 28 നാളെ മുതൽ നമുക്കറിയാം. നാളെ അതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ജില്ലകളിലും ഉള്ളതും കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരത്ത് തന്നെ 2 ഉണ്ട്. മെയിൻ ഉണ്ട്, അനക്സ്റ്റർ ഉണ്ട്. അനക്സ്റ്റർ എന്ന് പറയുന്ന പുതിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. പിന്നെ കോഴിക്കോട്, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ്, പാലക്കാട്, കോട്ടയം, തൃശ്ശൂർ, വയനാട്, ഇവിടെ എല്ലാമുള്ള ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാനുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെടുത്ത് നോക്കാൻ അറിഞ്ഞൂടാത്തവർ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കിയാലും മതി. ഇതെടുത്ത് നോക്കാൻ വലിയ പാടൊന്നുമില്ല. LBS എന്ന് ഗൂഗിളിൽ അടിക്കുക. ഇനിയിപ്പോൾ LBS അടിച്ചിട്ട് വരുന്നില്ലെങ്കിൽ www.lbs.in എന്ന് അടിച്ചു കഴിഞ്ഞാൽ LBSൻ്റെ സൈറ്റ് ഇപ്പോൾ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ അറിയാമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് കോഴ്സ് നോക്കുക. അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ആർക്കാണ്, ആ മാർക്ക് എനിക്കുണ്ടോ എന്നത് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇത് ബേസ് ചെയ്ത് നന്നായി ചെയ്യാൻ പറ്റും. അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കുറേ ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ. അത് കണ്ടവർക്ക് അത് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി BSc നഴ്സിംഗ് കോളേജ് അണ്ടർ സിമറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നോളജി. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കമൻറ്റ് ഓർമ്മ വന്നു. സിമറ്റിന് അപേക്ഷിക്കാൻ സമയമായോ എന്ന് ചോദിച്ചു. എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിരുന്നു. സിമറ്റ് എന്ന് പറയുന്നത് LBS തന്നെ ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. LBSൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയം കഴിഞ്ഞു. ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്, LBSൻ്റെ ആപ്ലിക്കേഷൻ്റെ സമയം കഴിഞ്ഞു, എനിക്കിനി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ചെയ്യുവാണെങ്കിൽ അതെന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് അറിയിക്കും. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യുന്നത്, LBSന് നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് വരാറുണ്ട്. ഇപ്പോൾ PNC മാക്കിൽ നമുക്ക് റിജക്റ്റഡ് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നീടും PNC മാക്കിൽ എന്ത് വന്നിട്ടുണ്ട്, മുന്നോട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് LBSന് ഇങ്ങനെ ഒരു ചേഞ്ച് വരുവാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇന്ന് പറയുകയാണ് ഇന്ന് 28-ാം തീയതി കറക്ഷൻ ഡേറ്റ് ആണെന്ന്, എന്നാൽ ഞാൻ നാളത്തെ വീഡിയോയിൽ പറയും 30-ാം തീയതിയാണ് കറക്ഷൻ ഡേറ്റ് എന്ന്. കാരണം എന്താണ്, ഒഫീഷ്യലി അപ്ഡേറ്റ് മാറി വരുവാണ് അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസ് കണ്ടുപോയാൽ മാത്രമേ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മുന്നോട്ട് അറിയുന്നവരടുത്തൊക്കെ ചോദിച്ച് മുന്നോട്ട് പോകണം. എന്തായാലും നിങ്ങളുടെ സൈഡ് ക്ലിയർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ അറിയിക്കുക. LBSൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒഫീഷ്യലി അപ്ഡേറ്റ് വരുവാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ എന്തായാലും അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. പലരും എന്ത് ചെയ്യും, ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോഴേ വിടും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും, ഇതിനൊരു അവസരം വരുന്ന കാര്യം ഇവർ ഈ വീഡിയോ കാണാത്തതുകൊണ്ട് അറിയില്ല. ഓക്കെ, അത് ഏത് അപ്ഡേറ്റ് ആയാലും അങ്ങനെ തന്നെയാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഈ വീഡിയോ എന്തായാലും ലെങ്തി ആയിരിക്കും. മുഴുവനായിട്ട് കാണുന്നവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല, അതുപോലെ തന്നെ ചവറ, കൊല്ലം, പള്ളുരുത്തി എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ ഇതിനകത്തുനിന്ന് നോക്കിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഒത്തിരി ആയതുകൊണ്ട് പലരും കാണാതെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല. ഇനി BSc നഴ്സിംഗ് കോളേജ് അണ്ടർ സിപാസിൻ്റെ അണ്ടറിലുള്ള കോളേജും LBSൽ കൂടിയും വരുന്നുണ്ട്. സിപാസിൻ്റെ വെബ്സൈറ്റ് കൂടി വരുന്നുണ്ട്. അവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ആ സമയമാകുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്നതെന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ മലബാർ ക്യാൻസർ സെൻറ്റർ, അവിടെ വരുന്നുണ്ട്. നഴ്സിംഗ് കോളേജ്
അണ്ടർ ക്യാപ്പിൻ്റെ കോളേജസും വരുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതുവഴിയുള്ളത് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കോളേജസ് വരുന്നുണ്ട്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ ഇതിൽ കൂടെ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, BSc ഒപ്റ്റോമെട്രി ആ കോഴ്സ് ഇവിടെ ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് MMC മൊടവല്ലൂർ ഉള്ളിയേരി കോഴിക്കോട്. ഇവിടെ 192.2 മാർക്കുള്ള കുട്ടിക്ക് സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറി ബേസ് ചെയ്ത് വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് 192.2 എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ മാർക്കാണ്. അപ്പം എന്താണ്, നമ്മളൊരു ഹൈടെക് ടോപ്പ് കോളേജസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആവറേജ് കോളേജസും കൂടി മാർക്ക് കുറഞ്ഞ കുട്ടികൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെയുള്ള കോഴ്സ് പഠിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവറേജ് കോളേജസ് ഇഷ്ടമാണെങ്കിൽ മാത്രം വെക്കുക. ആവറേജ് കോളേജ് ആണെങ്കിൽ കൂടി നിങ്ങൾ കോളേജിൽ പോയി കണ്ട് ഫാക്കൽറ്റീസ് ഉണ്ടോ എല്ലാ ഫെസിലിറ്റീസും മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. MB LBSലെ മിക്ക കോളേജും നല്ല കോളേജസ് ആണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ടോപ്പ് കോളേജസിൻ്റെ അതേ ഫെസിലിറ്റി ആവറേജ് കോളേജസിന് കിട്ടണമെന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഹോസ്റ്റൽ ഫെസിലിറ്റി ഇതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെന്നത് ആദ്യമേ പറയുകയാണ്. നിങ്ങളൊരു 4-5 വർഷത്തെ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കോഴ്സുകളെന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓപ്ഷൻസ് എല്ലാം വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കേ, സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മണിമലക്കുന്ന് എറണാകുളം ഇവിടെ 183.3 മാർക്കുള്ള കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജസൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഒരു ട്രിക്സാണ്. നമുക്ക് LBS വഴി എങ്ങനെയെങ്കിലും കോളേജിൽ കയറണം എന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തറ്റിക്സ് എന്ന് പറയുന്ന BPO കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി ആദ്യം നിങ്ങൾ കോഴ്സ് എന്താണ്, നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നത്, അത് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു മെഡിക്കൽ ഫീൽഡാണ് നിങ്ങൾ കയറുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടും പഠിക്കുമെന്ന് ഉറപ്പുള്ള കുട്ടികൾ മാത്രം കയറാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.